പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലും PFI നിരോധനത്തെ തുടർന്നെടുത്ത കേസിലും NIAക്ക് തിരിച്ചടി. ഇരു കേസുകളിലുമായി 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. ഷംന അശോക് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ഷംന, എന്താണ് കോടതിയുടെ തീരുമാനം? പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയും മറ്റ് കേസിലെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരുമിച്ച് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും കർശന ഉപാധികളോടെയാണ് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് 17 പ്രതികൾക്ക് ജാമ്യം നൽകിയിട്ടുള്ളത്. ഇതിൽ സാക്ഷിമൊഴികൾ മാത്രം അടിസ്ഥാനമാക്കി പ്രതി ചേർത്തവർക്കാണ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾക്കും PFI നിരോധനവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ 8 പേർക്കുമാണ് നിലവിൽ ജാമ്യം നൽകിയിട്ടുള്ളത്. പറഞ്ഞതുപോലെ തന്നെ കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം നൽകിയിട്ടുള്ളത്. അതിൽ സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല, പാസ്പോർട്ട് ഹാജരാക്കണം, ഒപ്പം ജാമ്യം ലഭിച്ച പ്രതികൾ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ മൊബൈൽ നമ്പർ അന്വേഷണ ഉദ്യോഗസ്ഥന് ഏത് സമയത്തും വിളിച്ചാൽ കിട്ടാവുന്ന നമ്പർ ആയിരിക്കണം. ഒപ്പം ഇവരുടെ ഫോണിലെ GPS സംവിധാനം ഏത് സമയത്തും ഓൺ ആക്കിയിരിക്കണം എന്നിങ്ങനെയാണ് ഉപാധികളായി കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ആകെ 14 പ്രതികളാണ് ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം PFI നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ 12 പ്രതികളും, ഇതിൽ PFI നിരോധനവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ PFIയുടെ മുൻ സംസ്ഥാന നേതാക്കൾ കൂടിയായിരുന്ന ആളുകളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ജാമ്യ ഉത്തരവ് ലഭിച്ചത് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കരമന അഷ്റഫ് മൗലവി, അബ്ദുൾ റൌഫ് ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. ശരി.